ആ സായിപ്പ് മുങ്ങി മരിച്ച കഴ ഇതാണ്. ഇപ്പൊ കയത്തിന്റെ ലക്ഷണങ്ങളും കാണുന്നില്ല. 2 പ്രളയം കൊണ്ടുപോയില്ലേ? അതായത് സായിപ്പ് മുങ്ങി മരിച്ച കഴയായിരുന്നത്. ഇപ്പൊ 2 പ്രളയം വന്നപ്പോ ഈ കഴ മുഴുവനും മുങ്ങിപ്പോയി. ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാനുള്ളത് നിലമ്പൂർ നെടുങ്കയം എന്ന സ്ഥലത്താണ്. സഫാരിയുടെ ഒരു 39ാമത് ഇവന്റ് ഉണ്ട് നെടുങ്കയത്ത്. അപ്പോൾ അത് പങ്കെടുക്കാൻ വേണ്ടി വന്നതാണ്. നെടുങ്കയത്തിൻ്റെ കുറച്ച് ചരിത്രമായിട്ട് കാഴ്ചകളുണ്ട്, അതുപോലെ മറ്റു കാഴ്ചകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ആ കാഴ്ചയിലേക്കൊന്ന് പോകാം. തേക്കൊക്കെ മുറിച്ചിട്ടേക്കാണ്. ഇവിടുന്നാണ് ലേലമൊക്കെ നടക്കുന്നത്. ലേലം ചെയ്തിട്ട് ഇവിടുന്നാണ് സാധനം കയറ്റി പോകുന്നത്. അങ്ങനെ മുറിച്ചിട്ട തേക്കുകളൊക്കെയാണ് കാണുന്നത്. അപ്പോൾ ഇതാ ഞങ്ങൾ നെടുങ്കയം ഫോറസ്റ്റിൽ പാർക്കിംഗ് ഗ്രൗണ്ടിൽ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഞങ്ങൾ ഇവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാൻ വേണ്ടി നടക്കുകയാണ്. മുന്നിൽ കുറച്ച് പേര് പോയിട്ടുണ്ട്. നെടുങ്കയത്തിന്റെ പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ, കേരളത്തിൽ ഗവൺമെന്റ് വനസംരക്ഷണത്തിന് വേണ്ടി 210 ഫോറസ്റ്റ് സ്റ്റേഷനുകൾ രൂപപ്പെടുത്താൻ തീരുമാനിച്ചു. അങ്ങനെ ഗവൺമെന്റ് തീരുമാനിച്ചപ്പോൾ കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് സ്റ്റേഷൻ നെടുങ്കയം, മലപ്പുറം ജില്ലയിലെ നെടുങ്കയം സ്റ്റേഷനായിട്ട് ഗവൺമെന്റ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു. അതിന്റെ പ്രവർത്തനം ആരംഭിച്ചു. അതാണ് നെടുങ്കയത്തിന്റെ ആദ്യത്തെ പ്രത്യേകത. കേരളത്തിൽ 124 ഫോറസ്റ്റ് സ്റ്റേഷനുകളാണ് ഇപ്പോൾ നിലവിലുള്ളത്. അപ്പൊ ഇനി 86 കുറവുണ്ട്. അത് നമ്മുടെ സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രശ്നങ്ങളായിരിക്കാം, അല്ലെങ്കിൽ പ്രകൃതിയെക്കുറിച്ച് കൂടുതൽ വ്യാപിപ്പിക്കാൻ വേണ്ടി ഗവൺമെന്റ് എടുക്കുന്ന തീരുമാനങ്ങൾ നടപ്പിലാക്കാൻ ഉള്ള സാമ്പത്തിക സ്രോതസ്സിന്റെ അഭാവമാകാം. എന്തു തന്നെയായാലും ആ 84 കൂടി വന്നാൽ മാത്രമേ നിങ്ങളെപ്പോലുള്ള സഫാരി ഗ്രൂപ്പുകളുടെ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ കഴിയൂ. അപ്പൊ പ്രകൃതിയെക്കുറിച്ചുള്ള പഠനത്തിന്റെ ആദ്യ കാൽവയ്പായിട്ട് ഈ ഫോറസ്റ്റ് സ്റ്റേഷനെ കണക്കാക്കുക. ഇപ്പൊ നെടുങ്കയം നമുക്ക് മനസ്സിലായില്ല, കേരളത്തിലെ ആദ്യത്തെ ഫോറസ്റ്റ് സ്റ്റേഷനിലാണ് നിങ്ങൾ വന്നിരിക്കുന്നത്. അപ്പൊ എന്തുകൊണ്ട് പ്രകൃതിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം? എന്തിനാണ് പ്രകൃതിയെ സംരക്ഷിക്കേണ്ടത്? നിങ്ങളുടെ മുമ്പിലോട്ട് നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും,
എന്താണ് കാണുന്നത്? പ്രളയത്തിന്റെ Yes. സാർ പറഞ്ഞതാണ്. ഇതൊരു പ്രളയത്തിന്റെ ശേഷിപ്പാണ് ഈ കാണുന്നത്. അപ്പൊ നമ്മൾ ആലോചിക്കണം, 3 പ്രളയം നമ്മുടെ സംസ്ഥാനം ഇപ്പോൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ അതിജീവിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. അങ്ങനെ കേക്ക് മുറിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. നെടുങ്കായത്തിലെ ആദ്യത്തെ കാഴ്ചയിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. ഇപ്പോൾ എൻ്റെ മുമ്പിലുള്ള ഈ കാണുന്ന ഡോൺസൺ IB ഉണ്ട്. ഇത് ഡോൺസൺ സാഹിബ് താമസിച്ച IB ആണ്. ആ IBയുടെ കാഴ്ചകളാണ് കാണുന്നത്. നമുക്ക് അകത്തേക്ക് കയറി ചെല്ലാൻ പറ്റില്ല, ഗേറ്റൊക്കെ ക്ലോസിംഗ് ആണ്. പുറത്തുനിന്നുള്ള കാഴ്ചകൾ മാത്രമേ നമുക്ക് കിട്ടുകയുള്ളൂ. അകത്ത് കയറാൻ കഴിയാത്തതുകൊണ്ട് പുറത്തുനിന്ന് ഇങ്ങനെ ഒന്ന് ഷോട്ട് എടുക്കാനേ പറ്റുള്ളൂ. അകത്തേക്ക് നമുക്ക് പ്രവേശനമില്ല. ഈ ഡോസൺ സാഹിബാണ് പിന്നെ 2 പാലം ഇവിടെ നിർമ്മിച്ചത്. ഇന്ന് ചെറുപുഴ നമ്മളിങ്ങോട്ട് ഫോറസ്റ്റിലേക്ക് കയറുന്ന അവിടെ ആ പുഴ കടന്നിട്ടാണ് നമ്മൾ ഫോറസ്റ്റിലേക്ക് കയറിയേക്കുന്നത്. ഇനി ഒന്നുള്ളത് ഈ IBയുടെ തൊട്ടടുത്ത് തന്നെ ഒരു പാലമുണ്ട്. ആ പാലത്തിലേക്ക് പോയിട്ട് ചരിത്രം നമ്മൾ പറയാം. 1933 ഡോൺസൺ സാഹിബ് ഈ പാലം നിർമ്മിച്ചത്. ഏകദേശം 100 വർഷം ആവാനായി. 1933, ഇപ്പോൾ 2020, ഏകദേശം 54 വർഷമായി. ഇപ്പോഴും ഈ പാലത്തിന് ഒരു പോറൽ പോലും വന്നിട്ടില്ല. ഇരുമ്പൊക്കെ ആണെങ്കിൽ അതേമതി നല്ല പെർഫെക്റ്റായിട്ടാണ് നിൽക്കുന്നത്. താഴെയുള്ള കല്ലുകളോ ഒന്നും ഒരു ഇളക്കം പോലും സംഭവിച്ചിട്ടില്ല. അത്യം പെർഫെക്റ്റായിട്ടാണ് പുള്ളി അത് നിർമ്മിച്ചേക്കുന്നത്. 1922 മുതൽ ഇന്ത്യൻ ഫോറസ്റ്റ് എഞ്ചിനീയറിംഗ് സർവീസിലായിരുന്നു അദ്ദേഹം ജോലി ചെയ്തിരുന്നത്. പുഴയിലൊരു കയം ഉണ്ടായിരുന്നു. ഇപ്പോൾ ആ കയം ഇല്ല. കയമില്ലാന്ന് വെച്ചാൽ 2 പ്രളയം ആ കയത്തൊക്കെ ഇല്ലാതാക്കി. പുഴയുടെ തന്നെ ഗതിയൊക്കെ മാറി. പുഴ ഇപ്പോൾ കുറഞ്ഞ വെള്ളമേ ഉള്ളൂ. അപ്പോൾ പുള്ളി 1933 ഈ പാലം ഉണ്ടാക്കി. 5 വർഷത്തിന് ശേഷം 1938 പുള്ളി ആ കയത്തിൽ മുങ്ങി മരിച്ചെന്നാണ് പറയുന്നത്. നീന്തലിലും കുതിരസവാരിയിലും അതീവ തൽപരനായിരുന്നു അദ്ദേഹം. അങ്ങനെ നെടുങ്കായം പുഴയിൽ നീന്തി കുളിക്കവേ ഒരു അപകടത്തിൽപ്പെട്ടാണ് പുള്ളി മരിച്ചത്. അങ്ങനെ നെടുങ്കായത്തോടുള്ളൊരു ആത്മബന്ധം പരിഗണിച്ച് അദ്ദേഹത്തിൻ്റെ പത്നി അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ തന്നെ സംസ്കരിക്കാൻ അഭ്യർത്ഥിക്കുകയായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം ഇവിടെ തന്നെ സംസ്കരിച്ചത്. ഇനിയിപ്പോൾ നമ്മൾ പോകുന്നത് അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം സംസ്കരിച്ച സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്.